മുണ്ടക്കയം നിൽക്കുക. മുണ്ടക്കയത്ത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കാറിലിങ്ങ് പോകുന്നു. അവൻ വേറൊരു കൂട്ടുകാരും കൂടെ ചേർന്ന് രണ്ടുപേരുടെ ലോറിയിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ആണ് ഫ്രണ്ട് വരുന്നു. ഇവിടെ വണ്ടി എത്തി മുണ്ടക്കയത്ത്. കുറേ ബ്ലോക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ വന്നപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. ചാടി ഇറങ്ങണം. നല്ല പൊക്കം ഉണ്ടോ? ഇല്ലില്ല. അയ്യോ ഇല്ല. എടാ ലൈൻ കമ്പി. എടാ ലൈൻ കമ്പി. എടാ 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 ലൈൻ കമ്പി. ആ ലൈൻ കമ്പി വായിക്ക് തട്ടുന്നുണ്ട്. ലുക്ക് കളറില്ല. അയ്യോ നല്ലൊരു വണ്ടി. ചേട്ടാ ബ്രൈറ്റ് മേടിച്ച ചേട്ടാ. ആ അത് തന്നെ കൊള്ളാം. അടിപൊളി കൊള്ളാടാ. വയലറ്റ്. ആ ഇവിടുന്ന് റൈറ്റ് പാഞ്ചാലിമേട്. ഇവിടെ എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? പരുന്തുംപാറ 15 കിലോമീറ്റർ. കവർ. അതാണ്ട് ഈ സാധനം കിട്ടി. വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടം. അവിടെ പോകുന്നത് തലയും കയറ്റി വെച്ചോട്ട് പോകുന്നത്. ഓ നല്ല തണുപ്പില്ലേ? ഇങ്ങനെ വഴി കൊടുത്തോണ്ടിരിക്കേണ്ട വരും. പോക്ക് നടക്കത്തില്ല. സ്ട്രെയിറ്റ് ആയിട്ട് റോഡ് വരുവാണെങ്കിൽ സൈഡൊന്ന് വണ്ടി ഉണ്ടെങ്കിലേ സ്ട്രെയിറ്റ് റോഡ് കിട്ടുവാണെങ്കിൽ ഒതുക്കി കൊടുത്തേക്ക്. അപ്പൊ ആ കഥ പറഞ്ഞില്ലല്ലോ. വളഞ്ഞങ്ങാനത്ത് ഞങ്ങൾ നിന്ന് കഴിഞ്ഞ് മയും പറഞ്ഞു നമുക്ക് ചായ കുടിക്കാം. ചായ കുടിച്ച് വരുമ്പോഴത്തേക്കും കയറി വരത്തുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ് എടാ അറിയാൻ പറ്റത്തില്ല, കാരണം വലിയ വണ്ടിക്ക് വെയിറ്റ് ഇല്ലല്ലോ. അവൻ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു ഇല്ലടാ വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ പറഞ്ഞ് എന്നാൽ പോയി നോക്കിയപ്പം ചായക്കടയിൽ പോയിട്ട് അവനൊരു ചായയും എനിക്കൊരു കട്ടൻ ചായയും പറഞ്ഞു. ഞങ്ങൾക്ക് ഫ്രണ്ടി ഉള്ളിവട പൊരിച്ചിട്ടിരിക്കുന്നേ.
അപ്പോൾ നമുക്ക് നല്ല തൊട്ട് നോക്കി ഞാൻ തണുത്തിരിക്കുമായിരിക്കും. തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടേ. ഞാനാണെങ്കിൽ ആ ചൂടില്ലെന്ന് പറഞ്ഞാൽ ശരിക്കും അത് അതിനകത്ത് അത് എന്ന് എടുത്ത് പിച്ചുകയും ചെയ്തു. ആ ഒരു ചൂടില്ല എന്നുള്ള മൈൻഡിൽ. പക്ഷെ നല്ല ചൂടായിരുന്നു. കൈ അങ്ങ് പൊള്ളിപ്പോയി ഈ തണുപ്പത്ത്. എന്നിട്ട് ഞാൻ ഇവനോട് പറഞ്ഞ്, ഇവൻ വന്ന് ഉള്ളിവട എടുത്തപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞ് 2 എടുക്കണ്ട, 1 എടുത്താൽ മതി. നീ എന്തായാലും എടുത്തില്ലയോ, ആ 1 നമുക്ക് ഷെയർ അടിക്കാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ വെറുതെ എൻ്റെ കൈ എണ്ണയാക്കണ്ട, അപ്പോൾ 1 കാര്യം പറഞ്ഞ് സംസാരിച്ച് ഷെയർ അടിക്കാമല്ലോ, അപ്പോൾ ടേസ്റ്റ് കാണുമല്ലോ. ആളിയാ മുടിഞ്ഞ ടേസ്റ്റ്, ഒരു രക്ഷയില്ല സാധനത്തിൽ. എന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഒരു ചായ, ഒരു കട്ടൻ ചായ. ചേച്ചി എടുക്കാൻ വേണ്ടി പോയി. ഒരു കടി കഴിച്ച്, 2ാമത്തെ കടി കഴിച്ച്, 3ാമത്തെ കടി അടിച്ചപ്പോൾ നീ താണ്ട കയറി വരുന്നത്. അവനാണെങ്കിൽ നല്ല വിശപ്പായിരുന്നു. ആശാന് നല്ല വിശപ്പിട്ട് അതാ വയറ് കീറി നിൽക്കുക. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ 2ാമത്തെ എന്നാൽ അതൊക്കെ എടുത്ത് പൊതിഞ്ഞെടുത്താൽ മതിയായിരുന്നു. ഞാൻ അതുപോലും ചെയ്തില്ല. പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോഴേ ആ ഒരു ധൃതിയിൽ ഒന്നും ചെയ്തില്ല. ലാസ്റ്റ് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ചായ ക്യാൻസലുണ്ട്, ആള് പോയി. ഞങ്ങൾ പോട്ടെന്ന് പറഞ്ഞ് ആ വടയുടെ മാത്രം പൈസ കൊടുത്തിട്ട് ഇതാക്കി. ക്യാബിൻ ഇടയ്ക്ക് നോക്കാം. ക്യാബിൻ്റെ ആ സൈഡേ ലെഫ്റ്റ് എടുക്കുമ്പോൾ നല്ല സൂക്ഷിച്ചെടുത്താൽ മതി കേട്ടോ. ക്യാബിൻ എന്തെങ്കിലും ഇളക്കോ ആട്ടലോ ഉണ്ടായിരുന്നോ? ഏതോ ഇവിടെ സൈഡ് കൊടുക്കുന്നുണ്ടോ? അത് പോട്ടെ, കാറെല്ലാം വേണമെങ്കിൽ കയറും. നീ കൈ കാണിക്കണ്ട, വെറുതെ കൈ കാണിച്ചാൽ അവർ കാണത്തില്ല. നീ ഇൻഡിക്കേറ്റർ ഇട്ടാൻ കൊടുത്താൽ മതി കേട്ടോ. ലെഫ്റ്റ് അവർക്ക് ഓവർടേക്ക് കയറാൻ നീ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാൻ കൊടുത്താൽ മതി. മനസ്സിലാവുന്നവർ മനസ്സിലാക്കി പോക്കോളൂ, അല്ലാത്തൊരു പോകണ്ട. ഓപ്പോസിറ്റ് വണ്ടി വരുവാണെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാൻ കൊടുക്കുക. നീ ഇൻഡിക്കേറ്റർ ഇട്ടാൽ മതി, കൈ കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ. റൈറ്റും ലെഫ്റ്റും ഇൻഡിക്കേറ്റർ ഇടും. നീ കൈ കാണിച്ചാലും കാണത്തില്ല. ബാക്കി ക്യാബിനുള്ളതുകൊണ്ട്, ക്യാബിൻ തെളിയിരിക്കുന്നതുകൊണ്ട് കാണത്തില്ല. അവിടെ കയറി പോകുന്ന ഒന്നേ ഇവിടെ ഇച്ചിരി സ്ലോയിലങ്ങ് വിട്ടേക്ക്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തു. ഇനി മതി, ഇനി ആരും കയറണ്ട. ലോറി കയറിയിരുന്നു, വളവാ, പിടിച്ചു നിർത്തവനെ. ഇങ്ങനെയും കൂടെ കുറേ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാലേ നിനക്കപ്പം ക്യാബിൻ വന്നു കഴിഞ്ഞാലും നിന്റെ മനസ്സിൽ ആ ഒരു ഐഡിയ കിട്ടും. ഇപ്പം ഫുള്ള് ഓപ്പണായിട്ട് നിനക്ക് എല്ലാ സൈഡും കാണാമല്ലോ. അപ്പോൾ ഇനി ക്യാബിൻ വന്നാലേ നിനക്ക് ആ ഒരു ഐഡിയ വെച്ച് നിനക്ക് ഇനി വണ്ടി സൈഡ് ചേർത്തിടുകയൊക്കെ ചെയ്യാം. അതെ എന്തൊന്നും കേൾക്കുന്നില്ല. പാപ്പി വിളിച്ചായിരുന്നോന്നോ? പാപ്പി വിളിച്ചില്ല. സാജിക്ക് വിളിച്ചായിരുന്നു. വീട്ടിൽ കപ്പ് പറഞ്ഞു കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും വിളിക്കാതെ. ഇല്ല, ഞാൻ ഉമ്മയോട് ഞാൻ പറഞ്ഞു, ഉമ്മ എപ്പോഴും കിടന്ന് വിളിച്ചോണ്ടിരിക്കല്ലേ, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമായിരിക്കും, വിളിക്കല്ലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്. പക്ഷെ വിളിക്കാതിരിക്കത്തില്ല, അല്ല ഞാനെ കൊണ്ട് വിളിക്കും. അടിപൊളിയേ. പിന്നെ നമ്മളവിടെ ആ റോപ്പേല് പോയത് ഈ പള്ളി രക്ഷയിലുള്ള ലുക്കുമ്പ നമ്മള് റോപ്പിൽ പോയത് കുമ്പിടിയും കൊടൈക്കനാൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക്. ആ പള്ളി തന്നെ ന്യൂ ആണ്, അടിപൊളി, ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും ആ പള്ളി ആസ്വദിച്ച് കണ്ടിട്ടില്ല. മഞ്ഞ് കയറി എഞ്ചിബ്രേക്ക് ഉണക്ക്. ലൈറ്റ് ഇട്ടിരിക്കാമോ? നമുക്ക് വേറെ ലൈറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല.
ചേട്ടാ നീ ഓണ തിരക്കെ ഇവിടെ അമ്മാരൊക്കെ ഫ്രണ്ടിൽ പോയല്ലോ. നല്ല കാറ്റും ഉണ്ടല്ലേ, തണുപ്പുണ്ട് കാറ്റുമായി. ആ കുമിളി കഴിഞ്ഞ പിന്നെ തണുപ്പ് അങ്ങ് മാറുമല്ലോ, പിന്നെ സീനില്ല, പിന്നെ ചൂടായിരിക്കും, പിന്നെ ഇതൊക്കെ എടുത്ത് എറിയും. അറിയില്ല എന്ന് തോന്നുന്നു, എറിയെന്ന് തോന്നുന്നു. ഇന്ന് ഡേറ്റ് എത്ര? 20ഓ? ഇന്ന് 20ആയിരുന്നോ? ആ ആരാവരോ എവിടെ? നാമക്കല്ലോ? പുള്ളി എന്താ എപ്പോഴേക്കും വരാനോ? എപ്പോ വേണേലും വരാൻ. കാരണം എടാ ഷോറൂമിൽ നിന്ന് ഇന്നിറങ്ങും എന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ആ ഷോറൂമിൽ ഇന്ന് ഇറങ്ങും നാളെ ഇറങ്ങും എന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് അവിടെ വിളിച്ചു പറയാം ഞങ്ങൾ ഇന്ന് ഇറങ്ങുമെന്ന്. മറ്റേ പുലുവൽ കല്യാണത്തിന് മറ്റേ ജഗതി നടക്കുന്ന പോലെ ആ ഇടുക ഊരുക അതുപോലത്തെ അവസ്ഥയാ. എച്ച് ബ്രേക്ക് ഓണാക്കിയോ? ആ എന്ത് ചെയ്യാനോ, ഒരു കോ ഡ്രൈവറിന്റെ അവസ്ഥയെ എല്ലാം പറഞ്ഞു കൊടുക്കണം. ഡ്രൈവറിനെല്ലാം കൂടെ കൺട്രോൾ ചെയ്യാൻ പാടല്ലേ. ആ പിന്നെ കോ ഡ്രൈവർ പിന്നെ എന്തിനാ എല്ലാം പറഞ്ഞു കൊടുക്കണം. അതിൽ കളിയാക്കലൊന്നുമില്ല, അതിൽ ഒരു കളിയാക്കലും ഇല്ലെന്ന് അവർക്കറിയാം. ഓട്ടെ ക്യാബിൻ ഓക്കെ. പുറോട്ട് വെട്ടമില്ല, അല്ല വീഡിയോ എടുത്തു കാണിക്കാൻ പോയി. ആ ആട്ടമുണ്ട് അതൊക്കെ പോയാൽ മതി. അതുകൊണ്ട് ഇങ്ങനത്തെ കട്ടിങ് ഇതൊക്കെ വരുമ്പോഴാണ് അങ്ങനല്ല ഒരു കുലുക്കോ അതേ ഉള്ളൂ, അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. ടയറൊക്കെ കെട്ടി വെച്ചിരിക്കല്ലേ, വലിഞ്ഞു നിൽക്കുക അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. ബോഡി കുലുക്കുന്നതിൻ്റെ ഇതേ ഉള്ളൂ, അല്ല സീനൊന്നുമില്ല. പോട്ടെ, നല്ല കുഴപ്പമൊന്നുമില്ല. ബോഡി കുലുങ്ങുന്നതിൻ്റെ ആ കുലുക്കം അതേ ഉള്ളൂ. മൈക്ക് സർവീസിന് കൊടുത്തുകൊണ്ട് അത് വലിയ പോസ്റ്റ് ആയി പോയല്ലേ, 1 പോസ്റ്റ്. അതുകൊണ്ട് നിന്റെ സംസാരം കേൾക്കാൻ പറ്റത്തില്ല. ആ ഫുള്ള് എനിക്ക് തന്നെ കേൾക്കുന്നില്ല. ഇനി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്നാ പിന്നെ അറിയത്തുള്ളൂ. ആ ക്യാബിനാ പിന്നെ എടാ ഇത് വായിട്ട് അലച്ചോ ഞാൻ പറയുന്നേ, അല്ലെ ഞാൻ സംസാരിച്ച നിനക്ക് കേൾക്കത്തില്ല. നീ ചില കാര്യം പറയുന്നതുണ്ടല്ലോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഫുള്ള് കാറ്റ് തട്ടിക്കൊണ്ട് പോവാ, ഫുള്ള് കാറ്റാ. ഇട സൈഡിൽ ആ മരച്ചിലൊക്കെ കിടക്കുന്നതിന്റെ ആ സൈഡ് അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. അവിടെ പൊടിയാണോടാ? ഗ്ലാസ് തുടക്കണോ? ഗ്ലാസ് തുടക്കണോടാ? നിനക്ക് മഞ്ഞ് അയ്യോ പുകയാടാ, അല്ല മഞ്ഞാടാ. വണ്ടിപ്പെരിയാർ ഓ ടാസ്ക്. നിനക്ക് ഈ ഇത് വരുമ്പോഴേ, മഞ്ഞ് വരുമ്പോഴേ ഓടിച്ചു എവിടെ നോക്കിയാ അവനൊക്കെ വരുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു പമ്പ് ഉണ്ടല്ലോ, അവിടെ കയറാൻ പറ്റത്തില്ല ആയിരിക്കും. നോക്ക്, ലൈറ്റ് മാറി. അത് കുഴപ്പമില്ലടാ. ആ
അമ്മ റെസിപ്പി ആകുമ്പോൾ കഴിഞ്ഞ് കാണുമായിരിക്കും. ഇവിടുന്ന് അടിക്കാനോ? ഇവിടുന്ന് ഇൻഡിക്കേറ്റ് കിട്ടോ? കുമളി എത്തുന്നതിന് ഒരു 10 കിലോമീറ്റർ മുന്നേ ഇവിടെ ഒരു പമ്പിൽ കയറുക ഡീസൽ അടിക്കാൻ. ഡീസൽ ടാങ്കിൻ്റെ താക്കോല് കാറിനകത്തായിപ്പോയി. ഡീസൽ ടാങ്കിൻ്റെ താക്കോല് കാറിനകത്തായിപ്പോയി. അവന്മാർ കുമളിയിലെത്തി. ഇവിടുന്ന് കുമളി 8 കിലോമീറ്റർ. അവർ വന്നോണ്ടിരിക്കുക. അവർ വന്നിട്ട് വേണം താക്കോല് തുറക്കാൻ. ബസ്സൊക്കെ വന്ന് പിള്ളേരൊക്കെ വരുന്നു ചിരിക്കുന്നു. ലുക്കിന് കോഴ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ ചിരിക്കുന്നത്. ടൂറ് കഴിഞ്ഞ് വരുന്ന പിള്ളേരത്. ഞാനിവിടെ ഇറങ്ങണമെങ്കിൽ എന്നെ ആരെങ്കിലും ഇറക്കണം. എന്നാൽ എനിക്ക് ഇറങ്ങിയാലേ എനിക്കോണ്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇവിടുന്ന് കണ്ടില്ല, ചോദിച്ചതാ. വേറെ വണ്ടി ഒരു മാറ്റിയിട്ടാ മതിയോ? വേറെ വണ്ടി വന്നില്ലല്ലോ ഇതുവരെ. ആണോ? ഇവിടെ വന്നാലേ ഉള്ളൂ. ഓക്കെ. കാറിന് പോലുള്ള ഗ്യാപ്പ് ഉണ്ടോ സൈഡിൽ കൂടെ? എന്നാ അത് മതി, കുഴപ്പമില്ല. ഇവിടെ എന്തായാലും ഇല്ലല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ശ്രദ്ധിച്ചില്ല, സംസാരിച്ചിങ്ങി പോയെന്ന്. ആ വണ്ടിക്കകത്ത് എടാ ഇതിന്റെ താക്കോൽ ആ വണ്ടി വെക്കണ്ടായിരുന്നു. വേണ്ട, ഇവിടെ പിന്നെ വെക്കാൻ സ്പേസ് ഇല്ലല്ലോ. ഉറുമ്പോ? തുരുമ്പോ? അവിടെ താക്കോൽ ഇപ്പഴാ കൊണ്ട് കിട്ടിയത്. പോസ്റ്റ് ആയിരുന്നു പമ്പില്. വണ്ടിയൊക്കെ ഇവിടെ എല്ലാം പോയി. എത്ര? സൈഡ് പാർക്ക് ചെയ്തിട്ട് അവിടെ പോയി ഒരു ചായ അടിച്ചിട്ട് തിരിച്ചു പോരാം. നമ്മൾ വണ്ടി സൈഡ് ഒതുക്കിയിടാൻ വേണ്ടിയാണ്. ഒന്ന് ഒതുക്കിയിട്ടിട്ട് അങ്ങ് പോകാൻ വേണ്ടി ചായ കുടിച്ചിട്ട് പതുക്കെ പോകാനുള്ള ഒരു പ്ലാനിലാണ്. ആ സൈഡ് ചേർത്ത് ഇട്ടേക്കാം. നിങ്ങൾ ടൂറാണോടാ? ട്രിപ്പ് വന്നതാണോ? സ്കൂൾ എവിടുത്തെയാ? കായംകുളത്തു നിന്നാണോ? എങ്ങോട്ടാ? കൊടൈക്കനാൽ പോവാണോ? ഒരു ദിവസമേ ഉള്ളൂ? ആണോ? എത്രല്ല? പ്ലസ് ടു ആ. ഒരു സ്കൂളിലാണോ? എത്ര പേരുണ്ട്? എത്ര ദിവസമുണ്ട്? ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് പോവാണോ? അത് ശരി. നോക്കാം കേട്ടോ. പിള്ളേര് കായംകുളം ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് കൊടൈക്കനാൽ കായംകുളത്തുനിന്ന് ഒരു ചായ അടിച്ചാലോ അവിടെ നിന്ന്? ഗ്ലാസ് കളത്താനോ? അതിനകത്ത് ഇതെന്താ കീ? വണ്ടിയുടെ കീ അല്ലേ? കീ മിസ് ആവില്ലേ? ഇതിപ്പോൾ ഏകദേശം നമ്മൾ കുമളി അടുക്കാറ്. സമയം എത്രയായി ഇപ്പോൾ? ടൈം 12:26 എന്നിട്ട് തിരക്കാണെന്നോ കുമളിയിൽ? ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ കുമളിക്ക്. ഞങ്ങൾ ഈ പമ്പിൽ കയറി ഡീസൽ അടിക്കാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഡീസലിൻ്റെ താക്കോല് കാറിനകത്തായി പോയി. കാർ കുമളിയിലായി. ഇവിടുന്ന് കുമളിക്ക് 8 കിലോമീറ്റർ. പിന്നെ അവന്മാർ തിരിച്ച് വന്ന് താക്കോല് വന്ന് എത്ര രൂപയ്ക്ക് അടിച്ചു? ഇപ്പോൾ 2000 രൂപയ്ക്ക് അടിച്ച്. ഷോറൂമിൽ ഇറക്കാൻ നേരത്തെ 5000-ന് അങ്ങനെ 7000-ന് അടിച്ച്. എന്നിട്ട് ഇനിയിപ്പം ബാക്കി അവിടെ ചെന്നിട്ട് വണ്ടി കൊണ്ടിടുകയല്ലേ, അപ്പോൾ ഇനി അധികം അടിച്ചിടണ്ടായല്ലോ, അങ്ങനെ അടിച്ചിട്ടാൽ മതി. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഫുള്ളായി കൊണ്ടുവരാം. കുറേ വേണമെങ്കിൽ അടിച്ചാൽ മതി. ഇതിപ്പോൾ ഏതാ സ്ഥലം? മലബാർ സ്പൈസസ് കേരള ചിപ്സ്. മുള്ളയാർ കുമളി. തമിഴ് പറയേ? മുള്ളയാർ കുമളിയാ? അല്ല, ഇത് തമിഴ് പേരില്ലല്ലോ. തമിഴ് പേരും വേറുന്നില്ല, മലയാളത്തിൽ പറയാം. മുല്ലയാർ കുമളി അങ്ങനെ പറയാം. മുല്ലയാർ സ്ഫുടതയോടെ പറയണം. ഇവിടെ ഒന്നാമത് ഈ റോഡ് ചെറുതേ.
വരുന്ന വണ്ടിയൊക്കെ ബ്രൈറ്റ് ഇട്ട് കണ്ണ് കാണത്തില്ല. എനിക്കൊന്നും അവർ ക്ലിയറായിട്ട് നമ്മളെ കാണാൻ വേണ്ടിയാന്ന് തോന്നുന്നു അവർ ലൈറ്റ് ഇടുന്നതെന്ന് തോന്നുന്നു. ആ വേറൊന്നും കാണുന്നില്ല. ആണാണ്, സൈഡ് ലൈറ്റ് പോലും ഇല്ല. ഗ്യാപ്പ് കിട്ടുമ്പോൾ സൈഡ് പറഞ്ഞു കയറ്റി വിടും. നല്ല റോഡ് വരുമ്പോഴേ വണ്ടി നോക്കി വിട്ടാൽ മതി, കുറേ ബ്ലോക്ക് ഉണ്ടെങ്കിൽ. കഴിഞ്ഞോ? അല്ല, നീ പോക്കറ്റ് കിട്ടോ? ഇനിയിപ്പോൾ അടുത്ത് ഇവർ എടാ വണ്ടിയുടെ കാറിൻ്റെ ഓക്കെ ഒന്നുമില്ല, വണ്ടി വരുന്നുണ്ട്. വരുവാ ഇറങ്ങട്ടെ. അവിടെ കഷ്ടപ്പെട്ട് വലിഞ്ഞ് കയറണം. പവർ ഓണാക്കുക. പവറേ ലോങ് പ്രസ് ചെയ്യ്. ആങ്കർ ഒരു 3 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഓണാവും. ഇരുട്ടായിപ്പോ അല്ല, കണ്ണാടി കൂടെ വെക്കാറുത്. വെള്ളം കുടിച്ച് അവർ സെറ്റ് ചെയ്തവരാണ്. അവിടെ നല്ല തണുപ്പാ. ചെക്ക് പോസ്റ്റ് നടക്കുക. ലിഫ്റ്റ് പോയി ഇവരെ പോട്ടെ. ഇനി കുമ്മിണി ചെക്ക് പോസ്റ്റ് പോട്ടെ. ടേസ്റ്റ് പോരാ, നല്ല വേണം. അത് എന്തായിരുന്നു? ഇല്ല, ഫണ്ട് കൊടുക്ക. നീ പിടിക്ക്. ഓടെ യൂട്യൂബ് പേര് വാങ്ങി. ഞാൻ പറയാം. എടാ ഈ സ്ഥലപ്പേരുണ്ടോ? എടാ ഇല്ലടാ, 50 60 അതേ ഉള്ളൂ. ചേഞ്ച് ഉണ്ടോ അളിയാ? 100. ഗൂഗിൾ പേ ഉണ്ടോ? എന്നാൽ പൈസ ഗൂഗിൾ പേ എങ്കിൽ അപ്പോൾ ഞാനത് കട്ട് ചെയ്യണം. ചേഞ്ച് ഇല്ല. അല്ല, ഗൂഗിൾ പേ. കലു വേണോ? എടാ മതിടാ, വേണ്ട എടുക്കണ്ട. നിങ്ങളവിടെ വീടോടാ? ആണോ? ഇവിടെ യാത്ര നിൽക്കുവാ. പിന്നെ നോക്കടാ. ശരി എന്നാ, ഓക്കെ. എടുത്താൽ മതി. തല പുറയിൽ ഇവിടെ തിരക്ക് കണ്ടോ? മേടിക്കാൻ പോകുന്ന തിരക്കാം. തല പുറകിൽ വെച്ച് ലോറി എനിക്കോട്ട് പോകുന്നത്. കമൻട്രി ഉണ്ട്. വൈബാട്ടോ, ഏത് വൈബ് പോലെ. ഫ്രണ്ട് ഇരിക്കല്ലേ അമ്മ, 2 ഫ്രണ്ട് ഇരിക്കല്ലേ. നീ പേപ്പർ വെച്ചോ? എടുത്ത് കൈ വെച്ചേക്കാം, സീനൊന്നുമില്ല.
കുമളി ടൗൺ. സമയം എത്രയാ ഞങ്ങൾക്ക്? സമയം ചോദിക്കില്ല സാധനം. എന്തോ അങ്ങനെ കേരളത്തിന്റെ ബോർഡർ കഴിയുകയാണ്. നമ്മൾ ബോർഡർ കയറി നിൽക്കുന്നു. കേരളത്തിന്റെ ബോർഡർ വിഷയങ്ങളൊന്നും ഇല്ല. ബൈ ബൈ കുമളി. നമ്മള് കേരളത്തിന്റെ ബോർഡർ കഴിഞ്ഞു. കേരള ബോർഡർ. അയ്യോ ഫോൺ കോള് വന്നോണ്ടിരിക്കുന്നു. ടോൾ റോഡോ? ടോളൊക്കെ ആയോ? അവര് ലൈറ്റ് താത്തടിക്കത്തില്ല. നല്ല കാറ്റാ കാച്ചുന്നത്. 4 മണി കഴിഞ്ഞ്. കാരണം നേരം വെളുത്താലേ പിന്നെ റോഡിൽ തിരക്കൊക്കെ ആയിരിക്കുമല്ലോ. എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. തിരിച്ച് പിന്നെ എങ്ങനെയായാലും തരാം, കുഴപ്പമില്ല. ഉറങ്ങിക്കിടന്നാലും വരാം. നമുക്ക് ഇങ്ങനെ ആയിരിക്കും. എന്ത് നമുക്ക് നേരെയാണോ? Continue on National Highway 44 for 73 kilometers. വെക്കാൻ പറ്റത്തില്ല. ചുണ്ടൻവെള്ളം പോലെ ഇരിക്കുന്നുണ്ട്. ബ്രൈറ്റ് ഇട്ടേ. അത് കണ്ടഞ്ഞിട്ടുണ്ടോ? ഈ പണി പാളിയല്ലോ. ലെഫ്റ്റ് എടുത്തോ. നേരെ എടുത്തോ. അയ്യോ അത് അവരങ്ങോട്ടെ. പെട്ടെന്ന് എടുത്തു വന്നോ. പെട്ടെന്ന് എടുത്തു. തൃച്ചങ്കോട് എത്തി. 8:15 ഇവിടെ എത്തി. 9:30 ഇവിടെ തുറന്നു. നമ്മളിവിടെ വണ്ടിയുടെ ബോഡി സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. കറുപ്പനാർ. ഇവിടെയാണ് വണ്ടിയുടെ കൊണ്ടിട്ട്. ഏത് എയർ കുറവായിരിക്കും. ആ
சார் வாங்க உட்கார் வாங்க. ஒட்டிக்கிறீங்க ஸ்டிக்கர் எங்கே ஒட்டிக்கிறீங்க? நாட்டில் ஒட்டிங்கன்னா இங்கே வந்து ரேட்டு ஸ்டிக்கரில் ஜாஸ்தி ஸ்டிக்கர் ஒட்டணும் உங்களுக்குலாம். அதை நிறைய ஸ்டிக்கரை விட்டுருங்க. நான் வந்து ஒயரிங் பார்த்துறேன், மெக்கானிக் பார்க்கணும், கேபின் ஒர்க் பண்ணி கொடுத்து பண்ணி கொடுத்துட்றேன். பெயிண்ட்டு மட்டும் நம்ம எந்த எப்படி சொல்கிறீங்களோ பெயிண்ட் நான் போட்டுக்கலாம். 25 நாள் ஆகிடுச்சு. மேக்ஸிமம் எவ்வளோ சீக்கிரம் தான் பண்ணி கொடுத்துடலாம். ஓகேங்களா? இங்கே வரதுக்கு ட்ரெயின் இல்லை. ட்ரெயின் ஈரோடு சார். ஈரோடு ஈரோட்லேருந்து ടയർ മാത്രം കണ്ടാലേ അറിയത്തുള്ളൂ പഴയത്. എല്ലാ എഞ്ചിനെല്ലാം പുതിയെടുത്ത് ഒരു വണ്ടി ഉണ്ടാക്കി. ആ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്താ പേര് പറഞ്ഞേ? ആ തിങ്കളാഴ്ച ഇൻഷുറൻസ് ഓഫീസിൽ നിന്ന് ആൾ വരുമോ? ആ ആ ക്യാബിൻ്റെ ആൾ വരും, ഇൻസ്പെക്ഷൻ വരും. ഓക്കെ. ഇവിടെ ഇപ്പോൾ എത്ര ദിവസം എടുക്കുമെന്ന് പറഞ്ഞത്? ഒരു മാസം മാക്സിമം ഒരു മാസം അല്ലേ? നമുക്കൊന്ന് വിട്ടേക്കാം. അതിനിടയ്ക്കെല്ലാം വരണമെന്നുണ്ടെങ്കിൽ വരാം. എന്നാൽ പുള്ളിയോട് പറഞ്ഞേക്കുന്ന சில்வர் போட்டு மேலே விழு. பண்ணிக்கலாம்.
നമുക്കെന്നാ പോയേക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും എടുക്കാനോ നോക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വേണ്ട ആ മലയ്ക്കകത്ത് മണ്ടയ്ക്ക് കയറി പോകണം. പോട്ടെ. ഇത് വൺ വേ ആണോടാ ഇത്? എനിക്ക് വൺവേ കേട്ടോ. ഇത് കേരളത്തിലായിരുന്നേ ഫ്രണ്ട് വണ്ടി വെച്ചാല് ആ മലയിൽ കയറി പോണം. ലുക്കു റൂട്ട് ചോദിക്കാൻ പോയിരിക്കുക. അയ്യോ അയ്യോ പോട്ടെ പോട്ടെ. ഇട്ടോളും, ഡോണ്ട് വറി. ശ്രീ ശാസ്ത്ര ഗാർഗി ടെമ്പിൾ. പാർക്ക് പണിയിട്ട് പോകാനേ ഇവൻ നേരത്തെ വന്നിട്ടുണ്ടോ കേട്ടോ? കോവിൽ ഇവിടെ കയറ്റിക്കും. നമുക്ക് ഇട അമ്പലത്തിൽ കയറാം. അവിടെ കിട്ടും. എൻ്റെ മോനെ അടിപൊളി അമ്പലമാടാ, ഒരു രക്ഷയില്ല. ഗ്ലാസ് ഇട്ട് നല്ലൊരു അമ്പലം. ചെരുപ്പാണ്, ചെരുപ്പ് ഇരിക്കും. നല്ലൊരു അമ്പലം, നല്ല രസമുണ്ടേ. അയ്യോ എന്തുവാണേ, നമ്മൾ വന്ന റോഡാണിത്. സാധനം നോക്കൂ. കടിക്കല്ലേ. അയ്യോ ഇതെന്തോടാ ഇത്? ഏതമ്പലോടാ? അറിയത്തില്ല, ഒരു രക്ഷയില്ല. ഈ എൻ്റെ അമ്മ ഏത്? മീനാക്ഷി സാധനം തന്നെ. നല്ല രസമുണ്ട്. കല്ലിന് നല്ല തണുപ്പുണ്ടല്ലേ ചവിട്ടുന്നതിന്? ഞാൻ വെച്ചാൽ നല്ല ചൂടായിരിക്കും. തണുപ്പുള്ള കല്ല്. കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ആ വണ്ടിയിലിരിക്കുക. ഇത് രസമാണോ കാണാൻ? അറിയില്ല, അതോട്ട് കയറാൻ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരിക്കും. അറിയില്ല, ഇതിൽ ഇറങ്ങി പോവാം. നമ്മൾ പണ്ട് ഗോവയ്ക്ക് ഓർമ്മ ഉണ്ടോ? നമ്മളൊരു അമ്പലം കാണാൻ വേണ്ടി പോയിട്ടാണ് മറ്റേ ആൾക്കാരെ കൊല്ലുന്ന സ്ഥലമാണ് ഓർമ്മ ഉണ്ടോ? അത് കർണാടകയിലല്ലേ? പണ്ടത്തെ ടിപ്പുവിൻ്റെ കാലത്തുള്ള സംഭവം. അതിന് ചുറ്റിനും അതിന് കറങ്ങി വരുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇതാ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. അകത്തോട്ട് പോകണ്ട, മേലോട്ട് പോവാം. മാറുള്ള മൊസൈക്ക് കൊരങ്ങിന്റെ ഇതിന്റെ കൊരങ്ങ തേനൊക്കെ നോക്കി വിശ്രമിക്കുക. നമ്മളിപ്പോ ഏത് എവിടെ പമ്പി വന്ന് വിട്ടുപിടിച്ച്? നമ്മളെ ഡാസൈഡ്. ആ
നമ്മൾ അവിടെ അങ്ങോട്ട് കയറിപ്പോയെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോയെ. നമ്മൾ അവിടെ അല്ലേ പോയേ? ആ മലയുടെ അടിവാരത്തെ കണ്ടല്ലേ നമ്മള് പോയത്? ഇവിടെ എന്താ പോണോ? രാത്രി എന്നാ വിഷ്വലായിരിക്കും അല്ലേ, മൊത്തം ലൈറ്റും. ആ രാത്രി നല്ല രസമായിരിക്കും കാണാൻ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ക്രിസ്മസിന്റേതായിട്ട് ഒന്നും കാണുന്നില്ല. ഇവിടെ ക്രിസ്മസ് ഇല്ലായിരിക്കും. ഒരു സ്റ്റാർ പോലും കണ്ടില്ല നമ്മളെങ്ങും. ഓ